തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. കാര്യമായ തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം രംഗത്തും വ്യക്തമായി മുന്നേറിക്കഴിഞ്ഞു ഇടതുമുന്നണി. അതേസമയം വിമതശല്യമാണ് ജില്ലയിൽ UDF-ന് തലവേദന സൃഷ്ടിക്കുന്നത്. CPIM, CPI, കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള കക്ഷികൾ തികഞ്ഞ യോജിപ്പോടെയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഉൾപ്പെടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. 6 നഗരസഭകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തിലും 71 ഗ്രാമപഞ്ചായത്തിലും കാര്യമായ തർക്കങ്ങളില്ലാതെ സീറ്റ് ധാരണയിലെത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. ജില്ലയിൽ ഇക്കുറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേട്ടമുണ്ടാക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. മുന്നണി സംവിധാനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. LDF നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചുവടുവെപ്പും കൂടിയാണ്. അത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 3ാം തവണയും LDF അധികാരത്തിൽ വരണം എന്നുള്ളൊരു ജനവികാരം രൂപപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും. അതേസമയം ജില്ലയിൽ 39ഇടത്താണ് UDF-ന് വിമതശല്യം തലവേദന സൃഷ്ടിക്കുന്നത്. എരുമേലി പഞ്ചായത്തിൽ 3ഇടത്താണ് UDF-ൽ വിമതന്മാരുള്ളത്. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണെതിരെയും വിമതൻ മത്സരിക്കുന്നുണ്ട്. മൂന്നിലവ് ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസിലെ വിമതൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. ആദ്യം തീരുമാനിച്ചയാൾ വിമതനായും മത്സരിക്കുന്നു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലും വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യത്തിലാണ്. NDA മുന്നണിയിലും BDJS BJP തർക്കം രൂക്ഷം. BJP ഭരിക്കുന്ന പള്ളിക്കത്തൂർ പഞ്ചായത്തിൽ BDJS സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.